ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് വേണം. നാരുകളടങ്ങിയ ഭക്ഷണവും ഇലക്കറികളും എല്ലാം എത്ര അളവിൽ കഴിക്കണം? നമ്മൾ ഈ സമീകൃത ആഹാരമൊക്കെ പോയിട്ട് നമ്മൾ തട്ടുകട അടിക്കുന്ന ഈ കാലത്ത് ഒരുപാട് അസുഖങ്ങളും അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഒരു കാലത്ത് ഈ ആരോഗ്യ കേരളം, അതായത് കേരളത്തിൻ്റെ ഹെൽത്ത് മോഡലിന് വലിയ സംഭാവന ചെയ്തൊരു സാധനമായിരുന്നു സമീകൃത ആഹാരം. അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ നമുക്കൊപ്പം ചേരുന്ന ഫാമിലി ഡോക്ടർ, EPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യൻ ഡോക്ടർ മഞ്ജു P. ജോർജ് ആണ്. Family Doctor, supported by VPS Lakeshore. ജനറലി പറയുകയാണെങ്കിൽ 1/2 കിലോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പെർ ഡേ എന്നൊരു കണക്ക് പറയാം. ഒരാൾക്ക് ദഹനത്തിനും ആരോഗ്യത്തിനും ആവശ്യമുള്ള നാര് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ 1/2 കിലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ഓരോ മീലിലും ഒരു ഹാൻഡ് ഫുൾ ഓഫ് വെജിറ്റബിൾസ്, അത് 2 തരത്തിലുള്ള വെജിറ്റബിൾസ് നമ്മളുണ്ട്. ഇലക്കറികളുടെ ഗ്രൂപ്പിൽ ചീര, മുരിങ്ങയില, പിന്നെ അതുപോലത്തെ പിണ്ടി പോലെ വാഴക്കുടപ്പൻ, ഇങ്ങനെയുള്ളതൊക്കെ എല്ലാം വരും. ക്യാബേജും ഇതെല്ലാം വരും. പിന്നെ വാഴപ്പിണ്ടി വേറൊരു നല്ല സാധനമാണ്, ചീപ്പാണ്, പക്ഷെ നല്ല ഫൈബർ കൂടുതലുള്ളത്. ഇഷ്ടം പോലെ കഴിക്കാം, നിറച്ച് കഴിച്ചാൽ നമുക്ക് വേറെ ദോഷമൊന്നും വരികയില്ല. അത് ജനറൽ വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഷുഗർ മാനേജ്മെൻറ്റിനും ഒക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് ചിലപ്പോൾ കഴിക്കാൻ വലിയവർ കഴിക്കുമായിരിക്കാം, പക്ഷേ കുട്ടികളിത് കഴിപ്പിക്കാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ച് സൂത്രപ്പണിയൊക്കെ പ്രയോഗിക്കേണ്ടി വരും. നമ്മൾ ഒന്നുകിൽ നമുക്ക് ദോശയിൽ, ചപ്പാത്തിയിൽ അങ്ങനെയുള്ളതിലൊക്കെ ആഡ് ചെയ്യാം. പിന്നെ കട്ട്ലറ്റിൽ ഇത് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും പെട്ടെന്ന് അറിയുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള സൂപ്പുകളാണ്. സൂപ്പിൻ്റെ ഫോമിലാവുമ്പം അത് കടിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഷ്ണങ്ങളോട് കൂടി തന്നെ വെജിറ്റബിൾസും എല്ലാം കൂടെ ഇടാം. മറ്റേതവർക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നാരായിട്ട് കിട്ടിയാൽ പക്ഷേ അതിൻ്റെ ഗുണമുള്ള സത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേ പാർട്ട് ഓഫ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഗോഡ് വെജിറ്റബിൾസ് ആണ്. പടവലങ്ങ, പാവയ്ക്ക, ഇങ്ങനെയുള്ളതെല്ലാം. ഇതിലൊക്കെ ലയിക്കുന്ന നാരുകളുള്ള വെജിറ്റബിൾ ഗ്രൂപ്പാണ്. അപ്പോൾ അത് കൂടുതൽ ഹെവിനെസ് വരുത്തിയല്ല. ഇലക്കറികളുടെയൊക്കെ ആകുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പറയും അത് ഇൻസോലുബിൾ ഫൈബേഴ്സ് എന്ന് പറയും. ലയിക്കാത്ത നാരുകളുള്ള ഫൈബേഴ്സ്, അതാണ് ഫുഡ്സാണ്. അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കുമ്പോൾ ആ മോഷൻ ബൾക്ക് കൂടാനായിട്ടും അത് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. ലയിക്കുന്ന നാരുകൾ, ബ്ലഡിൽ ലയിക്കുന്ന നാരുകളുള്ളപ്പോൾ അത് കൂടുതൽ കൊളസ്ട്രോൾ, ഷുഗർ ഇങ്ങനെയുള്ളതിനെയൊക്കെ ബ്ലഡ് സർക്കുലേഷനിൽ കൂടെ പോയി അതിനെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിൻ്റെയും കണ്ടൻറ്റ് വരുമ്പോൾ ശോധന ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പകുതി മൂഡ് സ്വിങ്സിൻ്റെ കാര്യം ഇവിടെ ഓക്കെയാണ്. അതുപോലെ ഗട്ട് ബാക്ടീരിയ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, നല്ല ബാക്ടീരിയ സ്റ്റൊമക്കിൽ, ഗട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്തിനും ഈ ഫൈബേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന ഫോമിൽ തന്നെ എടുക്കണമെന്നില്ല. പിന്നെ വെജിറ്റബിൾ ഓംലെറ്റ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. പണ്ട് നമ്മൾ മുട്ടയും ഉള്ളിയും മാത്രമേ ഇടുകയുള്ളൂ. ഇപ്പോൾ അതിലത്തെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതൊന്നും വായിക്ക് അരുചി വരുത്താണ്ട് ഒരു ഫുൾ ഒരു മീൽ റീപ്ലേസ്മെൻ്റ് ആയിട്ടും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഈ 1/2 കിലോ എന്നുള്ളത് നമുക്ക് പോസിബിൾ ആണ്. അതിൻ്റെ കൂടെ 1-2 ഫ്രൂട്ട്സ് 2 സമയങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ അതിൻ്റെ ബെറ്റർമെൻറ്റിലേക്ക് സഹായിക്കും. Family Doctor, supported by VPS Lakeshore.